നമ്മളിന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് പനീർ ടിക്ക സാൻഡ്വിച്ച്. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തി ആക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണിത്. പനീർ ടിക്ക സാൻഡ്വിച്ച് തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പ്ലേറ്റിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 നുള്ളി കസൂരി മേത്തി പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ യോഗർട്ട് അല്ലെങ്കിൽ പുളിയില്ലാത്ത നല്ല കട്ട തൈര്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയ്ക്ക് സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ മസാലയുടെ അടുത്ത് വെച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയതിന് ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും 1/2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കിയതിന് ശേഷം പനീർ ആഡ് ചെയ്യാം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത 100 ഗ്രാം പനീറാണ്. ഇത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം മൂടി വെച്ച് പനീർ വെന്ത് വരുന്നതുവരെ വേവിക്കണം. അധികം വേവില്ലാത്തതാണ് പനീറിന്. പെട്ടെന്ന് തന്നെ പനീർ വെന്ത് വരും. ഇപ്പോൾ പനീർ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയാൽ സാൻഡ്വിച്ച് റെഡിയാക്കാം. 2 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ഒരു സൈഡിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ പുരട്ടി കൊടുക്കാം. ഇതുപോലെ അടുത്ത ബ്രെഡ് സ്ലൈസിലും ബട്ടർ തേച്ച് കൊടുക്കാം. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കൂടുതൽ ഇഷ്ടമാകും അത്. അതുപോലെ ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പുരട്ടിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പനീർ ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് വെച്ച് കൊടുക്കാം. മയണൈസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫില്ലിംഗ് എല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ലൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകിൽ ഗ്രില്ല് ചെയ്യാം അല്ലെങ്കിൽ പാനിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായി കിടക്കുന്ന പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അതിനുശേഷം ബ്രെഡ് അതിന് മുകളിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡായാൽ അടുത്ത സൈഡ് മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. മറിച്ചിടുന്നതിന് മുമ്പ് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. പനീർ ടിക്ക സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചും നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് പനീർ ടിക്ക സാൻഡ്വിച്ച്. ടേസ്റ്റ് ആണെങ്കിലോ വളരെയധികം യമ്മിയാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്